നമസ്കാരം. ശബരിമല ദ്വാരപാലക ശില്പപാളി വിവാദം ഒഴിയുന്നേയില്ല. സ്വർണം പൂശലിൽ ദുരൂഹതയേറുകയാണ്. ദേവസ്വം രേഖകൾ ശരിയാണെങ്കിൽ സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് ഉറപ്പിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടവർ ഇനിയെങ്കിലും മൗനം വെടിഞ്ഞേ പറ്റൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളം അല്പസമയത്തേക്ക് അതൊക്കെ ഒന്ന് മാറ്റി നിർത്തും. കാരണം വരും നിമിഷങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. മറ്റൊന്നുമല്ല, തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് അല്പസമയത്തിനകം നടക്കും. ഈ മണിക്കൂറിലെ വാർത്തകളെല്ലാം നോക്കാം. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ആദ്യം ശബരിമല ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞത് സ്വർണം തന്നെയെന്ന് ദേവസ്വം രേഖകൾ. 99 മെയ് 4-ന് 2 ശില്പങ്ങളിലായി പൊതിഞ്ഞത് 800 ഗ്രാം സ്വർണം. തനിക്ക് തന്നത് ചെമ്പുപാളികൾ തന്നെയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് കൃത്യമായ മാനദണ്ഡങ്ങളോടെയെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമലയിലെ സ്വർണം നഷ്ടമായതിൽ ദേവസ്വവും സർക്കാരും മറുപടി പറയണമെന്ന് VD സതീശൻ. ശബരിമല കേന്ദ്രീകരിച്ച് വിശ്വാസത്തെ നശിപ്പിക്കാൻ ഗൂഢനീക്കമെന്ന് കുമ്മനം രാജശേഖരൻ. ഭഗവാന് കിട്ടിയതെല്ലാം സർക്കാർ വിഴുങ്ങിയെന്ന് ശോഭാ സുരേന്ദ്രൻ. ആറന്മുള തിരുവാഭരണം കമ്മീഷണർ ഓഫീസിലേക്ക് വിശ്വഹിന്ദു പരിഷത്തിന്റെ നാമജപയാത്ര. സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധ മരണം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പത്തനംതിട്ട സ്വദേശിനി മരിച്ചു. മണ്ണാറമല സ്വദേശി കൃഷ്ണമ്മ മരിച്ചത് വാക്സിനേഷൻ സ്വീകരിച്ചതിന് ശേഷം. യുവജനക്ഷേമത്തിന് 62,000 കോടിയുടെ വമ്പൻ പദ്ധതി പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ ബിരുദധാരികൾക്ക് നൈപുണ്യ പരിശീലനത്തോടൊപ്പം 2 വർഷത്തേക്ക് പ്രതിമാസം 1000 രൂപ വീതം അലവൻസ്. വിവിധ സംസ്ഥാനങ്ങളിലായി 1200 വൊക്കേഷണൽ സ്കിൽ ലാബുകൾ, 400 ജവഹർ നവോദയ വിദ്യാലയങ്ങളും 200 ഏകലവ്യ മോഡൽ വിദ്യാലയങ്ങളും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ. കാസർഗോഡ് കുമ്പള സ്കൂളിൽ കലോത്സവ ഇനത്തിൽ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നടപടി. മൈമിംഗ് ഷോ അവതരിപ്പിക്കുന്നതിനിടെ കർട്ടൻ താഴ്ത്തിയത് വിവാദത്തിൽ. സ്കൂളിലേക്ക് MSF മാർച്ച്. കർട്ടൻ താഴ്ത്തിയ അധ്യാപകനെതിരെ നടപടി വേണമെന്ന ആവശ്യം. അഹമ്മദാബാദ് ടെസ്റ്റിൽ വിൻഡീസിനെതിരെ ഇന്ത്യ ഇന്നിംഗ്സ് വിജയത്തിന് അരികെ. 2ാം ഇന്നിംഗ്സിൽ വിൻഡീസിന് ബാറ്റിംഗ് തകർച്ച. 98 റൺസ് എടുക്കുന്നതിനിടെ 6 വിക്കറ്റുകൾ നഷ്ടം. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ 188 റൺസ് വേണം. 3 വിക്കറ്റ് നേടി രവീന്ദ്ര ജഡേജ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും സമഗ്ര അന്വേഷണം കോടതിയിൽ ആവശ്യപ്പെടാൻ ഒരുങ്ങി ദേവസ്വം ബോർഡ്. 1998 മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കണമെന്ന് ഹൈക്കോടതിയോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം തനിക്ക് ലഭിച്ചത് ചെമ്പുപാളികൾ തന്നെയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ചു. എന്നാൽ 1999 മെയ്യിൽ ദ്വാരപാലക ശില്പങ്ങൾ അടക്കമാണ് വിജയ് മല്യ സ്വർണം പൂശിയതെന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് സ്വർണം പൂശാൻ നൽകിയത് ചെമ്പുപാളികളായിരുന്നുവെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ പൊളിയുന്നത്. 1999 വിജയ് മല്യ ശബരിമല ക്ഷേത്രം സ്വർണം പൊതിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പം സ്വർണം പൂശിയിരുന്നു. ഇത് ദേവസ്വം ബോർഡിന്റെ മഹസറിലും രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം നടത്തിയ ദേവസ്വം ബോർഡ് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അടുത്ത ദിവസം ദേവസ്വം ബോർഡ് ഇക്കാര്യം കോടതിയെ അറിയിക്കും. എന്നാൽ തനിക്ക് ദേവസ്വം ബോർഡ് തന്നുവിട്ടത് ചെമ്പുപാളികൾ തന്നെയാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിലും അങ്ങനെ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് തന്ന ഡോക്യുമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെമ്പുപാളി എന്ന് പറഞ്ഞ് തരുമ്പോൾ ചെമ്പുപാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനിയെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കും. ഇക്കാര്യത്തിൽ നിലവിൽ നടക്കുന്ന വിജിലൻസ് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും സ്വർണ്ണപ്പാളി പ്രദർശന വസ്തുവാക്കി താൻ പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഞാൻ അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ഒരു ദിവസം അത് വച്ചിരുന്നു. എന്നിട്ട് അത് അവിടെ നിന്ന് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒരു
ഒരു മീറ്റിംഗ് പോലെ കഴിഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് നിങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ പേരിൽ ഓരോ ആക്ഷേപം ഉന്നയിക്കാമെന്നല്ല. അതേസമയം 1999 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കാൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറയുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. അറ്റകുറ്റപ്പണികൾക്ക് 40 വർഷത്തെ വാറന്റിയുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതിനാലാണ് ഇയാൾക്ക് കത്തയച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 1998 വിജയ് മല്യ സ്വർണം പൂശുന്നത്. ആ കാലഘട്ടം മുതൽ 2025 നിലവിൽ എന്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ, അത് സ്വർണത്തിന്റെ കാര്യമാവട്ടെ, തൂക്കത്തിന്റെ കാര്യമാവട്ടെ, ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. അതേസമയം വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് കൂടുതൽ പേരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇല്ലെങ്കിൽ കോൺഗ്രസ് പ്രക്ഷോഭത്തിന് ഇറങ്ങും. ദുരൂഹത നിറഞ്ഞ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രാഷ്ട്രീയ സഹായം കിട്ടിയെന്നും VD സതീശൻ ആരോപിച്ചു. ശബരിമലയിൽ 1998 UB ഗ്രൂപ്പ് ചെയർമാനായിരുന്ന വിജയ് മല്യ നൽകിയ 30 കിലോ സ്വർണം, അതിപ്പോൾ എത്ര ബാക്കിയുണ്ട് എന്ന് ദേവസ്വം ബോർഡും സർക്കാരും വ്യക്തമാക്കണം. ശബരിമലയിലെ ഏറ്റവും പവിത്രമായ വസ്തുക്കൾ ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ചെന്നൈയിലെത്താൻ 40 ദിവസം എടുത്തു എന്നുള്ള ഹൈക്കോടതി വിധിയിലെ കാര്യങ്ങൾ തന്നെ വളരെ ദുരൂഹത നിറഞ്ഞതാണ്. ശബരിമല കേന്ദ്രീകരിച്ച് വിശ്വാസത്തെ നശിപ്പിക്കാൻ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുവെന്ന് ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് കുമ്മനം രാജശേഖരൻ. ബന്ധപ്പെട്ട എല്ലാവരും ദ്വാരപാലകർക്ക് സ്വർണം പൂശിയെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2019 ശേഷം എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമാകണം. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ഇക്കാര്യത്തിൽ മിണ്ടാത്തത് എന്തുകൊണ്ടാണ്? അന്വേഷണം CBIക്ക് വിട്ടുകൊടുക്കണം. സംസ്ഥാനത്തിന് പുറത്ത് ബന്ധമുള്ള ശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും കുമ്മനം രാജശേഖരൻ തൃശൂരിൽ പറഞ്ഞു. ശബരിമല കേന്ദ്രീകരിച്ച് വലിയൊരു അധോലോക സംഘം, ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു എന്ന് വളരെ വർഷക്കാലമായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും ഒക്കെ ധ്വംസിക്കാനും മനഃപൂർവ്വമായി ശബരിമല ക്ഷേത്രത്തിൻ്റെ ഖ്യാതി നശിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ, ഗൂഢശക്തികളുടെ ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നുള്ള ആരോപണം, ആക്ഷേപം, ഭക്തജനങ്ങളുടെ ആവലാതികൾ എല്ലാം കുറേ നാളുകളോളമായി ഉയർന്നു വരികയാണ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. സർക്കാർ നടത്തുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഒടുവിലത്തെ ഉദാഹരണമാണ് സ്വർണ്ണപ്പാളി വിവാദമെന്ന് ശോഭാ സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. ഭഗവാന് കാണിക്കയായി കിട്ടിയതെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. ഇത് വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അമ്പലം വിഴുങ്ങികൾ എന്ന് നമ്മൾ പലപ്പോഴും പലരെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ നല്ല രീതിയിൽ ഭരണം നടത്താം എന്ന് ഇവിടുത്തെ ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭഗവാന് കാണിക്കയായി കിട്ടുന്ന സ്വത്തുവിഹിതം വരെ ഇത്തരത്തിൽ വിഴുങ്ങിക്കളയുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ശബരിമലയിൽ എന്താണ് സംഭവിച്ചതെന്ന് സർക്കാർ ഭക്തജനങ്ങളെ അറിയിക്കണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി സുരേഷ് വർമ്മ. ദ്വാരപാലക വിഗ്രഹത്തിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു എന്നാണ് റെക്കോർഡുകളിൽ ഉള്ളത്. അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ പാളികളിൽ നിന്നും സ്വർണത്തിന്റെ തൂക്കം കുറഞ്ഞത് സംശയത്തിന്റെ നിഴലിലാണ്. സ്വർണം പൊതിഞ്ഞാൽ ഒരു രീതിയിലും നഷ്ടപ്പെടുകയില്ല. അറ്റകുറ്റപ്പണിക്ക് 2019 കൊണ്ടുപോയത് ചെമ്പുപാളിയാണെങ്കിൽ 98 ശേഷം ശബരിമലയിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സുരേഷ് വർമ്മ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാര്യം ഭക്തജനങ്ങൾ കാണിക്കയായിട്ട് അർപ്പിച്ചിരിക്കുന്ന സ്വർണ്ണങ്ങൾ അവിടുന്ന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഭക്തജനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പനിൽ വിശ്വാസമുള്ളവരും എല്ലാവർക്കും തന്നെ അത് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രതിഷേധവുമായി വിശ്വ ഹിന്ദു പരിഷത്ത്.
ആറന്മുള തിരുവാഭരണം കമ്മീഷണർ ഓഫീസിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നാമജപയാത്ര നടത്തി. ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ട് ശരണം വിളികളോടെയാണ് നാമജപയാത്ര. വിദേശത്ത് ഉൾപ്പെടെ കൂടുതൽ സ്ഥലങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു. ബീഹാറിനെ ലക്ഷ്യമിട്ട് യുവജനക്ഷേമത്തിന് 62,000 കോടിയുടെ വമ്പൻ പദ്ധതി പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ ബിരുദധാരികൾക്ക് നൈപുണ്യ പരിശീലനത്തോടൊപ്പം 2 വർഷത്തേക്ക് പ്രതിമാസം 1000 രൂപ വീതം അലവൻസ്. വിവിധ സംസ്ഥാനങ്ങളിലായി 1200 വൊക്കേഷണൽ സ്കിൽ ലാബുകൾ, 400 ജവഹർ നവോദയ വിദ്യാലയങ്ങളും 200 ഏകലവ്യ മോഡൽ വിദ്യാലയങ്ങൾ എന്നിവ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനം ഉറപ്പാക്കിക്കൊണ്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 12ഓളം IT സെക്ടറുകളിലേക്ക് ഗ്രാമങ്ങളിൽ നിന്നും ട്രൈബൽ മേഖലയിൽ നിന്നും വിദ്യാർത്ഥികളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വൊക്കേഷണൽ സ്കിൽ ലാബുകൾ സ്ഥാപിക്കുന്നത്. മുഖ്യമന്ത്രി നിശ്ചയ് സ്വയം സഹായതാ യോജന വഴിയാണ് ബിരുദം പൂർത്തിയാക്കിയ യുവജനങ്ങൾക്ക് 1000 രൂപ അലവൻസ് വിതരണം ചെയ്യുക. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനങ്ങൾ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ എത്തി. 2 ദിവസമാണ് കമ്മീഷന്റെ സന്ദർശനം. സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ആരംഭിച്ചു. 12 പാർട്ടികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാണ് സംസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. യോഗത്തിന് ശേഷം ക്രമസമാധാന സാഹചര്യങ്ങൾ കൂടി കമ്മീഷൻ വിലയിരുത്തും. ഏറെ വൈകാതെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും. 425 നിരീക്ഷകന്മാരെ ബീഹാറിൽ നിയമിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ചു. മണ്ണാറമല സ്വദേശി 65-കാരി കൃഷ്ണമ്മയാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സെപ്റ്റംബർ 4-ാം തീയതിയാണ് കൃഷ്ണമ്മയെ തെരുവുനായ കടിച്ചത്. ആക്രമണത്തിൽ കൃഷ്ണമ്മയുടെ മുഖത്തിന് സാരമായ പരിക്കേറ്റിരുന്നു. തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും പ്രതിരോധ വാക്സിൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണമ്മയെ കടിച്ച നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മൈമിംഗ് ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈമിംഗ് പൂർത്തിയാകുന്നതിന് മുമ്പേ അധ്യാപകൻ കർട്ടൻ താഴ്ത്തി. ഇതേ തുടർന്ന് ഇന്ന് നടത്തേണ്ട കലോത്സവ ഇനങ്ങളും മാറ്റിവെച്ചു. മൈമിംഗ് ഷോയുടെ അവസാന ഭാഗത്ത് വിദ്യാർത്ഥികൾ പതാകയും ഫോട്ടോകളും ഉയർത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഇത് യുവജനോത്സവ മാനുവലിന് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവതരണം തടഞ്ഞത്. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പലസ്തീൻ ഐക്യദാർഢ്യമുള്ള മൈമിംഗ് ഷോ തടസ്സപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് SFI MSF പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. MSF പ്രവർത്തകർ സ്കൂളിൽ വിളിച്ചു ചേർത്ത PTA യോഗത്തിലേക്ക് ഇരച്ചുകയറിയതിനെ തുടർന്ന് പ്രശ്നം ചർച്ച ചെയ്യാനുള്ള യോഗം അലങ്കോലപ്പെട്ടു. മാർച്ച് നടത്തിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. സംഘർഷാവസ്ഥയെ തുടർന്ന് സ്കൂൾ പരിസരത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരിക്കുകയാണ്. പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം കഴിഞ്ഞ ദിവസം മുതൽ നിർത്തിവെച്ചിരിക്കുകയാണ്. മൈം ഷോ പൂർത്തിയാക്കുന്നതിന് മുമ്പേ അധ്യാപകൻ കർട്ടൻ താഴ്ത്തി എന്നാണ് ആരോപണം. സംഭവത്തിൽ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ലഹരിക്കടത്തിന് ഉപയോഗിക്കാൻ കുട്ടികളെ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. വഴയങ്കട സ്വദേശി ചോരമ്പറ്റ മുഹമ്മദ് റാഷിഖത്ത്, ചെർപ്പളശ്ശേരി കാളിയപ്പെടുത്ത് വിഷ്ണു, കാറൽമണ്ണ പുതുപഴനി അശ്വിൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 3 പ്രതികളുടെയും പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. പണം വാഗ്ദാനം ചെയ്തും കഞ്ചാവ് നൽകാമെന്നും ഒഡീഷയിലെ വിവിധ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് കുട്ടികളെ കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു. പട്ടാമ്പിയിലെ വീട്ടിൽ വെച്ചും ഒറീസയിൽ വെച്ചും പ്രതികൾ കുട്ടികൾക്ക് കഞ്ചാവ് നൽകിയതായി പോലീസ് പറഞ്ഞു. ആലിപ്പറമ്പ് സ്വദേശിയായ 16 വയസ്സുകാരനാണ് പോലീസിൽ പരാതി നൽകിയത്. സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 640 രൂപയും ഗ്രാമിന് 80 രൂപയുമാണ് കൂടിയത്. 87,560 രൂപയാണ് പവന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 10,945 രൂപയാണ് ഇന്നത്തെ വില. US ഫെഡറൽ റിസർവ് അടക്കമുള്ള കേന്ദ്ര ബാങ്കുകൾ പണലഭ്യത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് സ്വർണ്ണവിലയെ ബാധിക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് ആശങ്കയില്ലാത്ത നിക്ഷേപമായി സ്വർണം മാറുന്നത് വില കൂടുന്നതിന് പ്രധാന കാരണമാണ്.
ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആദരം ഇന്ന്. മലയാളം വാനോളം ലാൽസലാം എന്ന പേരിൽ നടക്കുന്ന പരിപാടിക്ക് വൈകിട്ട് 5-ന് സെൻട്രൽ സ്റ്റേഡിയമാണ് വേദിയാവുന്നത്. സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കും. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ അതിഥികളാകും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രിമാർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിപാടിയുടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ വി മുരളീധരൻ. ദേവസ്വം മന്ത്രി VN വാസവൻ ഇതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. കേസ് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിനും പരിമിതികളുണ്ട്. കേരള പോലീസിന് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി കേസ് അന്വേഷിക്കാൻ കഴിയില്ല. സർക്കാരിന് ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ കേസ് അന്വേഷണം CBIയെ ഏൽപ്പിക്കട്ടെ എന്നും മുരളീധരൻ കോട്ടയത്ത് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ മാനുവൽ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിന്റെ നിയമം ലംഘിക്കലാണ്. ദേവസ്വം ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പണി ഏൽപ്പിച്ചതുപോലെ ചെയ്യാതെ അതുകൊണ്ട് നാട് മുഴുവൻ നടന്നു എന്ന് പറഞ്ഞാൽ നിയമലംഘനമാണ് നടത്തിയത്. നിയമലംഘനം നടത്തിയ ഒരാള് അങ്ങനെ ഒരാൾക്കെതിരായിട്ടൊരു FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ വിജിലൻസിന് സാധിക്കുമോ? ഇത്രയധികം കൊള്ള നടന്ന വിവരം ശബരിമലയിൽ നിന്ന് പുറത്തുവരുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമാണെന്ന് രമേശ് ചെന്നിത്തല. വിശ്വാസം ഇല്ലാത്തവർ അധികാരത്തിൽ കയറിയതിന്റെ പ്രശ്നമാണ്. കാണിക്ക പോലും അടിച്ചുമാറ്റുന്നു. വിജയ് മല്യ കൊടുത്ത സ്വർണം ചെമ്പ് ആകുന്ന മറിമായമാണ് നടക്കുന്നത്. കള്ളനെ കാവലേൽപ്പിക്കുന്നത് പോലെയാണ് അന്വേഷണം ദേവസ്വം വിജിലൻസിനെ ഏൽപ്പിക്കുന്നത് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇനി കായിക വാർത്തകൾ നോക്കാം. അഹമ്മദാബാദ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ ഇന്നിംഗ്സ് വിജയത്തിനരികെ. രണ്ടാം ഇന്നിംഗ്സിൽ വിൻഡീസിന് ബാറ്റിംഗ് തകർച്ച. 122 റൺസ് എടുക്കുന്നതിനിടെ 9 വിക്കറ്റുകൾ വിൻഡീസിന് നഷ്ടമായി. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ 164 റൺസ് കൂടി വേണം. ഇന്ത്യയ്ക്ക് വേണ്ടി രവീന്ദ്ര ജഡേജയും മുഹമ്മദ് സിറാജും മൂന്ന് വിക്കറ്റ് വീതം നേടി 5-ന് 448 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.